വെളിപാട് 2-ാം അധ്യായം 12-ാമത്തെ വാക്യം മുതൽ വായിക്കാമോ? പെർഗാമോസിലെ സഭയുടെ ദൂതന് എഴുതും, ശക്തിയേറിയ ഇരുതല വാളുള്ളവൻ പറയുന്നു, നീ എവിടെ വസിക്കുന്നുവെന്ന് എനിക്കറിയാം. സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെ. എങ്കിലും എൻ്റെ നാമത്തെ നീ മുറുകെ പിടിക്കുന്നു. സാത്താൻ വസിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ വെച്ച് എൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട നാളുകളിൽ പോലും എന്നിലുള്ള വിശ്വാസം നീ കൈവെടിഞ്ഞില്ല. ഇവിടെ പെർഗാമോസ് എന്ന് പറയുന്ന ഒരു സഭയെക്കുറിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ അരുളപ്പാടാണ്. പെർഗാമോസ് എന്ന് പറഞ്ഞ സഭ ഇന്ന് നമ്മുടെ ഇന്നത്തെ കാലത്തിൽ ഞാൻ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഭവനങ്ങളെ ജസ്റ്റ് നമുക്ക് അതിനകത്തുനിന്ന് ഓർത്തിണക്കേണ്ടതായിട്ട് വരും. എന്താണ് പെർഗാമോസ് സഭയിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. പെർഗാമോസ് എന്ന് പറയുന്ന ഒരു ദേശത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചറിനെ കുറിച്ച് നമ്മളത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെയൊക്കെ തലമുറകളിലും മുൻ തലമുറകളിലും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വെളിപ്പെടുകയും അതിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കുകയും ചെയ്യാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പെർഗാമോസ് സഭയുടെ ദൂതനോട് പറയുന്നത്, നീ വസിക്കുന്ന ഇടം എവിടെയാണ് എന്നിട്ട് ദൈവം തന്നെ പറയുന്നു, എവിടെയാണ്? സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെ. അപ്പോൾ നീ വസിക്കുന്നിടത്ത് ഒരു സിംഹാസനം പണിത് വച്ചിട്ടുള്ളത് സാത്താനാണ്. അപ്പൊ പെർഗാമോസ് സഭയിലുള്ള സാത്താന്റെ സിംഹാസനങ്ങൾ എന്തൊക്കെയാണ്? പെർഗാമോസ് സഭയിൽ ദൈവം കണ്ട ആ സിംഹാസനം, സാത്താന്റെ സിംഹാസനം എന്തായിരുന്നു? ആ സാത്താന്റെ സിംഹാസനത്തിന് കീഴിലായിരുന്ന സഭ, ദൈവത്തിന്റെ മക്കൾ, എപ്രകാരം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി? പക്ഷെ അതിൽ എത്ര പേർ വഴിതെറ്റിപ്പോയവരെ കുറിച്ചുള്ള കർത്താവിന്റെ രീതി എങ്ങനെയാണ്? ആ സഭയിൽ പിടിച്ചു നിന്നവരോട് ദൈവം ഇടപെട്ടത് എങ്ങനെയാണ്? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ ഇരിക്കുന്നിടത്ത് സാത്താന്റെ സിംഹാസനമാണെങ്കിൽ ഇന്നത് പൊളിയണം, പകരം യഹോവയുടെ സിംഹാസനം നീ ഇരിക്കുന്നിടത്ത് പണിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എഫേസസിനെ പോലെയോ അല്ലെങ്കിൽ സ്മിർണയെ പോലെയോ ഒരു രാജപാതയിൽ ആയിരുന്നില്ല ഈ നമ്മുടെ പെർഗാമോസിന്റെ സഭ സ്ഥിതി ചെയ്തിരുന്നത്. പെർഗാമോസിന്റെ സഭ നിന്നിരുന്നത് പഴയകാല ചരിത്രകാരന്മാരുടെയൊക്കെ അഭിപ്രായത്തില് കുന്നിൻ ചെരുവിൽ, കുന്നിന്റെ മുകളിൽ ആയിട്ട് സ്ഥിതി ചെയ്തിരുന്ന ഒരു നഗരമായിരുന്നു പെർഗാമോസ് എന്ന് പറയുന്ന നഗരം. ഇതില് ഭൂമിശാസ്ത്രപരമായിട്ട് ഇതിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നദിയുണ്ട്, കായ്ക്കസ് എന്ന് പറഞ്ഞൊരു നദിയുണ്ട്. ആ നദീ തീരത്തില് ഒരു കൂറ്റൻ കോണാകൃതിയിലുള്ള ഒരു മലനിരയുണ്ട്. ആ മലനിരയുടെ മുകളിൽ നിന്നു കഴിഞ്ഞാൽ നമുക്കൊരു 15 മീറ്റർ അകലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ കടൽ കാണാം. അപ്പോൾ നല്ല ഉയരത്തിൽ നിൽക്കുന്ന ഒരു മലയാണ് ഈ പെർഗാമോസ്. അപ്പോൾ ഈ ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരു സഭയായിരുന്നു ഈ പെർഗാമോസ് എന്ന് പറഞ്ഞ സഭ. ഇവിടെയായിരുന്നു സഭ നട്ടിരുന്നത്. ഈ നഗരത്തിന് ചില സവിശേഷതകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ശാല ഉണ്ടായിരുന്നു, വലിയൊരു ഗ്രന്ഥശാല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പെർഗാമോസിലെ ഗ്രന്ഥശാലയ്ക്ക് രാജ്യാന്തര രീതിയിൽ 2ാമത്തെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു പെർഗാമോസിലെ ഗ്രന്ഥശാലയ്ക്ക്. 1ാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് അലക്സാണ്ട്രിയയിലെ നിരുപമ എന്ന് പറയുന്ന ഒരു ലൈബ്രറിക്കായിരുന്നു. അപ്പൊ 2ാമത്തെ സ്ഥാനം ഈ പെർഗാമോസ് സഭയിൽ പെർഗാമോയിലുള്ള ഗ്രന്ഥശാലയ്ക്കായിരുന്നു. ഈ എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര 2ാം സ്ഥാനം വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷത്തിൽ കുറയാതെ ഉള്ള ചർമ്മലിഖിത ചുരുളുകൾ ഈ ഗ്രന്ഥശാലയിൽ ഉണ്ടായിരുന്നു. 2 ലക്ഷത്തിൽ കുറയാത്ത വണ്ണമുള്ള ചർമ്മലിഖിത ചുരുളുകൾ. അതിനെ നമ്മൾ ഇങ്ങനെ പറയുന്നത് പാർച്ച്മെന്റ് എന്ന് പറയും. പാർച്ച്മെന്റ് എന്നാണ് അതിനെ പറയുന്നത്. പാർച്ച്മെന്റ് എന്ന് പറയുന്നത് തോൽക്കടലാസ് എന്ന് പറയുന്നത്. ഇത് കൊണ്ടുള്ള ബുക്കുകൾ ഈ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്രകാരം ഒരു ലൈബ്രറി ഉണ്ടായത് കാരണം വേൾഡിൽ 2ാം സ്ഥാനത്ത് പെർഗാമോസിന് എത്താൻ സാധിച്ചു. ലൈബ്രറിയിൽ ഒരു ഗ്രന്ഥശാലയുടെ പേരിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ഈ പേരിൽ ഇങ്ങനെ ഒരു പേര് വരുന്നതിന്റെ പുറകിൽ ഒരർത്ഥം ചില പണ്ഡിതന്മാർ പറയുന്നത്, പണ്ട് കാലത്ത് ഒത്തിരി ഈ ലിഖിതങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് പപ്പിറൈസ് ചുരുളിലാണെന്നറിയാലോ. അതായത് ഞാങ്ങണ ചെടികളിൽ നിന്ന് ഞാങ്ങണ ഇങ്ങനെ തല്ലി ചതച്ച് അത് നീളയും കുറുകയൊക്കെ വച്ച് അടിച്ചു പരത്തി അതിനകത്താണ് ഈ ചില ലിഖിതങ്ങൾ ഒരു കാലത്ത് എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ നാളുകൾ കഴിയുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകാൻ, കേടുവന്നു പോകാൻ ഇടയുണ്ട്. പക്ഷേ BC 3-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോ പെർഗാമോസിലെ യുമെനീസ് എന്ന് പറയുന്ന ഒരു രാജാവ്, അദ്ദേഹത്തിന് ഒരു മോഹം തോന്നി. അദ്ദേഹത്തിന് തോന്നിയ മോഹമാണ്,
തന്റെ നഗരത്തിൽ ഒരു ലൈബ്രറി വിശ്വോത്തരമാക്കി, എല്ലാ ലോകവും അറിയപ്പെടുന്ന വിധത്തിൽ ഒരു ലൈബ്രറി തന്റെ നഗരത്തിൽ ഉണ്ടാകണമെന്ന് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം അലക്സാണ്ട്രിയയിലെ ഒരു ലൈബ്രറിയനായ അരിസ്റ്റോഫനിസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, വേറൊരു രാജ്യത്തിലുള്ള ഈജിപ്തിലുള്ള അലക്സാണ്ട്രിയയിലുള്ള ഒരു അരിസ്റ്റോഫെലിസ് എന്ന് പറയുന്ന ഒരു ലൈബ്രറിയനെ ഇദ്ദേഹം കൈക്കൂലി കൊടുത്ത് ഇദ്ദേഹം സ്വന്തമാക്കി. ഇദ്ദേഹം ശക്തനായ പണ്ഡിതനായിരുന്നു. ആ ടൈമിൽ ടോളമി എന്ന് പറയുന്ന രാജാവ് ഇതറിയുകയും അദ്ദേഹത്തെ ശക്തമായി മർദ്ദിക്കുകയും അദ്ദേഹത്തെ തടവിലാക്കാനുള്ള പരിപാടി നടത്തുകയൊക്കെ ചെയ്ത സമയത്ത് പെർഗാമയില് ഇദ്ദേഹം ഈ ടോളമി ഈ പപ്പീറസുകൾ അയക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഇവർക്ക് പപ്പീറസ് കിട്ടാതായി ഗ്രന്ഥങ്ങൾ എഴുതാൻ പറ്റാത്ത ഒരവസ്ഥ പെർഗാമോ സഭയ്ക്ക്, പെർഗാമോ ദേശത്ത് ഉണ്ടായി. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെർഗാമോസ് ദേശത്തുള്ള ഈ രാജാവ് അദ്ദേഹം ഈ ലൈബ്രറിയനുമായിട്ട് ആലോചിച്ചു, നമുക്ക് എപ്രകാരം ഇദ്ദേഹം എന്തായാലും പപ്പീറസ് ചുരുളുകൾ തരുന്നില്ല, നമുക്ക് എങ്ങനെ പകരം നമുക്ക് എന്ത് കണ്ടെത്താം എന്നുള്ള ഒരു ആലോചനയിൽ ആയപ്പോൾ അങ്ങനെ ഇദ്ദേഹം കണ്ടെത്തിയതാണ് പാർച്ച്മെന്റ് എന്ന് പറയുന്നത്. അതായത് പാർച്ച്മെന്റ് എന്ന് പറയുന്നത് ഇളം ആടുകളെ, ഇളം മൃഗത്തിന്റെ തോല് ഉരിഞ്ഞിട്ട് ആ തോലിനെ അതൊരു പ്രത്യേകമായ രീതിയിൽ ക്രമീകരിച്ച് അതിൽ എഴുതി വെച്ചു കഴിഞ്ഞാൽ ദീർഘനാൾ കേടുകൂടാതെ ഇരിക്കുമെന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ പപ്പീറസ് ചുരുളിൽ നിന്നും മാറ്റിയിട്ട് പാർച്ച്മെന്റിൽ, അതായത് മൃഗങ്ങളുടെ തോലിൽ, തുകൽ ചുരുളുകളിലേക്ക് ലിഖിതങ്ങൾ എഴുതി വെക്കാൻ തുടങ്ങി. അതിന് തയ്യാറായി വന്നത് ഈ മഹാനായ അരിസ്റ്റോഫസ് ആയിരുന്നു മെയിനായിട്ട് നിന്നത്. അപ്രകാരം ഒരു ലിഖിതം വന്നപ്പോൾ പെർഗാമോസ് വിശ്വകേന്ദ്രമായി മാറാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് അവരുടെ മതവിശ്വാസത്തിലേക്ക് പോയിക്കഴിഞ്ഞാൽ 2 പ്രശസ്തമായ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. പ്രശസ്തമായ 2 ക്ഷേത്രങ്ങൾ. ആ പ്രശസ്തമായ 2 ക്ഷേത്രങ്ങളുടെ ഇടയിലാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യർ വന്നിട്ട് സഭ ഇടുന്നതും അവിടെ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതും. അവിടെ പ്രധാനമായിട്ട് കാണുന്ന 2 സംഭവം എന്ന് പറയുന്നത്, ഈ ഗ്രീക്ക് ജീവിത രീതി വച്ചിട്ട് നമ്മുടെ യോഹന്നാന്റെ മുമ്പിൽ കർത്താവ് വെളിപ്പെടുന്ന സമയത്ത് ഗ്രീക്കിന്റെ വിശ്വാസമല്ല, ഗ്രീക്ക് പോയി. അന്നേരം റോമിന്റെ വിശ്വാസം വരുന്നത്. പക്ഷേ റോമിന്റെ വിശ്വാസത്തിന് മുമ്പേ അവിടെ ഗ്രീക്കിന്റെ വിശ്വാസം വരുമ്പോൾ ഗ്രീക്കിൻ്റെതായ ഒരു അടിത്തറ, ദൈവികമായ ഒരു അടിത്തറ അവർ പണിതു. അവരുടെ ദേവീ ദേവന്മാരെ സംരക്ഷിക്കുന്ന വിധത്തിലും ഈ പെർഗാമ ദേശത്തെ സംരക്ഷിക്കുന്നത് മുഴുവൻ ഈ ദേവീ ദേവന്മാരാണെന്നും മറ്റ് ഭൂകമ്പങ്ങളോ പ്രകൃതിക്ഷോഭങ്ങളോ ഒന്നും വരാത്ത വണ്ണം ഇതിനെ പരിപാലിക്കുന്നത് ഈ ദേവനാണെന്നും ദേവിയാണെന്നൊക്കെ ഉള്ളൊരു വിശ്വാസം ശക്തമായി. BC 240 ആയപ്പോൾ ഗാലത്തെ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗോൾസ് എന്ന് പറയുന്ന ഒരു കിരാത വർഗത്തിന്റെ ആക്രമണം ശക്തമായി പെർഗാമോസ് ദേശത്തിന് ഉണ്ടായി. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഗോൾസിനിൽ നിന്ന് ഈ പെർഗാമോസ് ദേശ നിവാസികളെ രക്ഷിച്ചത് ഗ്രീക്ക് ദേവീ ദേവന്മാരാണ്. അതായത് സൂസ് ദേവൻ എന്നൊക്കെ പറഞ്ഞിട്ടും അഥേന എന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. ഈ അഥേനയും ഈ സൂസ് ദേവനൊക്കെ ആണ് ഇവരെ പരിപാലിച്ചതെന്നുള്ള ശക്തമായ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സൂസ് ദേവനും അഥേന ദേവിയും ഒക്കെയാണ് പെർഗാമോസിലെ അടിസ്ഥാനമായി നിന്നിട്ടുള്ള 2 ദേവി ദേവന്മാർ. അത് ഗ്രീക്ക് കാലഘട്ടത്തിലുള്ള വിശ്വാസവും ആരാധനയുമായിരുന്നു. ഇവരുടെ അമ്പലം നിന്നിരുന്നത് തറനിരപ്പിൽ നിന്ന് ഏകദേശം 800 അടി ഉയർന്നു നിൽക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ മലയിൽ, അതിൽ ഒരു കോണാകൃതിയിൽ ഒരു ബലിപീഠം അവർ പണിതു വെച്ചിട്ടുണ്ട്. ഒരു ബലിപീഠം പണിതിട്ട് അതിലാണ് ഈ ദേവീ ദേവന്മാരെ അവർ ഇരുത്തിയിരുന്നത്. അപ്പോൾ താഴെയുള്ള ഏത് ദേശത്ത് നിന്ന് നോക്കിയാലും പെർഗാമോ സഭയിൽ ഇരിക്കുന്ന അവരുടെ ദേവീ ദേവന്മാരുടെ ഇരിപ്പിടം കാണാൻ പറ്റും. അങ്ങനെ ചില പണ്ഡിതന്മാർ പറയുന്നത് ഈ ഗ്രീക്ക് ദേവീ ദേവന്മാരുടെ ഇരിപ്പിടം കണ്ടിട്ടാണ് അതിന് താഴെ നിൽക്കുന്ന വിശ്വാസികളോട്, നിങ്ങൾ വസിക്കുന്നത് എവിടെയാണ്? സാത്താന്റെ സിംഹാസനം ഉള്ളിടത്താണ്, സാത്താന്റെ വലിയ സിംഹാസനം ഉള്ളിടത്താണ് നീ വസിക്കുന്നത് എന്ന് യോഹന്നാനോട് പറയുന്നതെന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാർ ശക്തമായി ഒരു പറയുന്നുണ്ട്. പക്ഷേ ആ ടൈമിൽ യോഹന്നാന് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഗ്രീക്കിന്റെ ആധിപത്യത്തിലല്ല എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആ ടൈമിൽ ആരാണ്? റോമിന്റെ ആധിപത്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. സ്തോത്രം. കുറച്ചു നാളുകൾ കഴിയുമ്പോൾ രണ്ടാമത്തെ ഒരു കൂട്ടർ പറയുന്നത്, ഈ സാത്താന്റെ സിംഹാസനം എന്ന് പറയുന്നത് എന്താണ് എന്ന് ഒറിജിനലായിട്ട് കണ്ടെത്താൻ അവർക്ക് അന്നേരം സാധിച്ചില്ല. അന്നേരം ഒരു കൂട്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ, അതല്ല ഇനി മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു കൂട്ടർ തയ്യാറായി. അങ്ങനെ തയ്യാറായപ്പോൾ അവർ കണ്ടെത്തിയ മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഗ്രീക്കിന്റെ ശക്തനായ സൂയസ്, ഗ്രീക്കിലെ ശക്തനായ അഥേന, അവർ എവിടെ നോക്കിയാലും അവരെ കാണാൻ പറ്റും. ആര് പ്രാർത്ഥിച്ചാലും അവരുടെ
പ്രതിമയ്ക്ക് മുകളിൽ അവരുടെ പ്രതിമയിലൂടെ മാത്രമേ ഈ അവരുടെ സിംഹാസനത്തിലൂടെ മാത്രമേ പ്രാർത്ഥന മുകളിലേക്ക് പോകത്തുള്ളൂ എന്ന വിധത്തിൽ ഏത് അധികാരി കൊണ്ട് എത്ര സംഭവം വെച്ചാലും ഗ്രീക്കിലെ സിംഹാസനത്തിന്റെ മുകളിൽ മറ്റൊരു സിംഹാസനമുണ്ട്. ഇരുവായ്ത്തലയുള്ള യേശു ക്രിസ്തുവിന്റെ സിംഹാസനം മുകളിലുണ്ട് എന്നുള്ളത് നീ മറക്കരുത് എന്നാണ് ദൈവസഭയോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തോടൊന്ന് സ്തുതിക്കാം, ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തിന്റെ മേൽ അവിടെ നിന്ന് ഇറങ്ങി വരണം. എൻ്റെ മണ്ണിൽ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ ബ്ലഡിൽ കിടപ്പുള്ള സകല അശുദ്ധിയെയും കഴുകിക്കളയാൻ അവിടുത്തെ സാന്നിധ്യം ഇപ്പോൾ ഇറങ്ങണം. സകല ഭയത്തെയും കഴുകിക്കളയാൻ അവിടുത്തെ സാന്നിധ്യം ഇപ്പോൾ ഇറങ്ങണം എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് രണ്ടാമത്തെ ഒരു വിശ്വാസം അനുസരിച്ച് പെർഗാമോസിലെ നിവാസികളുടെ അവർ എന്ത് കാര്യത്തിനും ആണയിടാനും എന്ത് കാര്യത്തിലും അവരെ കൂടെ നിൽക്കാനും കഴിവുള്ള മറ്റൊരു ദേവന്റെ വിശ്വാസത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ ദേവന്റെ പേരാണ് ആസ്ക്ലപ്പിയോസ് എന്ന് പറയും. ആസ്ക്ലപ്പിയോസ്. ഈ ആസ്ക്ലപ്പിയോസ് എന്ന് പറയുന്ന ദേവന് പെർഗാമോസ് ദേശം മുഴുവനും ശക്തമായ ആരാധന കൊടുത്തിരുന്നു. ഈ ദേവനെ പെർഗാമാന്യ ദേവൻ എന്നാണ് വിളിക്കുന്നത്. ഇദ്ദേഹത്തെ ഈ ജനങ്ങളുണ്ടല്ലോ, എല്ലാ ജനങ്ങളും അവർ ആണയിടുന്നത് ഇദ്ദേഹത്തിന്റെ പേരിലാണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു വ്യക്തി പോലും കള്ളമായിട്ടുള്ള ആണയിടത്തില്ല. ആ കള്ളമായിട്ടുള്ള ആണയിട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹം നമ്മളെ നശിപ്പിക്കും, ആ ദേശത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസമായിരുന്നു. അതുകൊണ്ട് ശക്തമായി ദൈവത്തെ, ഗോഡിനെ അവർ ഭയങ്കരമായി വിശ്വസിച്ചിരുന്നു. അതിന് ശക്തമായി ബലിയർപ്പണം നടത്തിയിരുന്നു. അപ്പോൾ അതായത് എഫെസസിലെ ഒരു ദേവിയുണ്ട്, അർത്തേമീസ് ദേവി. അതുപോലെ ഡെൽഫിയയിലെ അപ്പോളോ എന്ന് പറയുന്ന ദേവൻ. അതേ സ്ഥാനത്താണ് ഈ പെർഗാമയിലെ ഈ അസ്ക്ലപ്പിയോസിനെ ജനങ്ങൾ കണ്ടിരുന്നത്. അപ്പോൾ എഫെസസിലെ ഏറ്റവും വലിയ ദേവതയാണ് അർത്തേമീസ്, അതേപോലെ തന്നെ ഒരു ദേവനാണ് അസ്ക്ലപ്പിയോസ്, ഇത് പെർഗാമോസിലെ. അപ്പോൾ ഈ വിധത്തിൽ ഇദ്ദേഹത്തിന് വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് മറ്റ് ദൈവങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്ഥാനപ്പേരുണ്ടായിരുന്നു. എന്താണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹമാണ് രോഗശാന്തിയുടെ ദേവൻ. രോഗശാന്തിയുടെ ദേവനാണ് അസ്ക്ലപ്പിയോസ്. അപ്പോൾ പെർഗാമോ ദേശം മുഴുവൻ ഇദ്ദേഹത്തിന്റെ വിഗ്രഹങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞ ഒരു രീതിയായിരുന്നു. ഏകദേശം ഒരു ഹോസ്പിറ്റലിന്റെ സ്ഥാനം, ഇന്നത്തെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ സ്ഥാനമായിരുന്നു പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ പെർഗാം ദേശം. എന്തൊരു രോഗം വന്നാലും നാനാദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ ഈ ദേവന്റെ അടുക്കൽ വന്നിരുന്ന നേർച്ചകളും കാഴ്ചകളും ഒക്കെ അർപ്പിക്കുമ്പോൾ അവർ ഫ്രീ ആയി മലയിൽ നിന്ന് ഇറങ്ങിപ്പോകും. മലയിലോട്ട് കയറുമ്പോൾ അവർ രോഗികളായിരിക്കും. മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവർ മുഴുവനും രോഗശാന്തി നേടി പോകുന്ന ഒരു വിധത്തിലായിരുന്നു. അപ്പൊ അത്രമാത്രം ഈ പെർഗാമ്യ ദേവൻ, അത് ഈ അസ്ക്ലപ്പിയോസ് എന്ന് പറഞ്ഞ ദേവന് അവിടെ സ്ഥാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ നാമത്തിൽ ആരും കള്ളയാണ ഇടത്തില്ല. അത്രമാത്രം വില കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം. ഒരു ദേവനായിരുന്നു ഇദ്ദേഹം. ഇനി നമുക്കറിയാം, പുരാതന കാലത്ത് ഒരു മെഡിക്കൽ സയൻസിന്റെ ഒക്കെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പറയുന്നത് ഹിപ്പോക്രാറ്റസിനെയല്ലേ. ഹിപ്പോക്രാറ്റസിനെയാണ് നമ്മൾ ആധുനിക കാലത്ത് പറയുന്നത്. ഇദ്ദേഹം കഴിഞ്ഞാൽ പിന്നെ പറയുന്ന രണ്ടാമത്തെ ഒരാളാണ് ഗാലൻ എന്ന് പറയും. ഹിപ്പോക്രാറ്റസ് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന മെഡിക്കലിന്റെ വിശ്രുതനായ വിഖ്യാതനായ വ്യക്തിയാണ് ഗാലൻ. ഈ ഗാലന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് പെർഗാമാണ്. അപ്പോൾ ഈ മെഡിക്കൽസിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് ഈ ഗാലനെ ഹെൽപ്പ് ചെയ്തത് ഈ അസ്ക്ലപ്പിയോസ് എന്ന് പറഞ്ഞ ദേവന്റെ ശക്തിയാണെന്നുള്ളത് ആ ദേശം മുഴുവൻ വിശ്വസിച്ചു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ അസ്ക്ലപ്പിയോസിന് ഒരു സ്ഥാനചിഹ്നമുണ്ട്. ആ സ്ഥാനചിഹ്നം എന്ന് പറയുന്നത് ഒരു വടിയിൽ സർപ്പത്തെ ഇങ്ങനെ ചുറ്റി വച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് അസ്ക്ലപ്പിയോസിന്റെ സ്ഥാനചിഹ്നം. നമ്മളിൽ പലരും കരുതിയിട്ടുള്ളത് ഇത് ഡോക്ടേഴ്സിന്റെ ചിഹ്നമാണെന്നാണ്. ശരിയാണ്. ഇത് ഈ അസ്ക്ലപ്പിയോസ് എന്ന് പറയുന്നത് രോഗശാന്തിയുടെ ദേവനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ അധികാര ദണ്ഡാണ് ഈ ചിഹ്നം ഇത് എന്നുള്ളത് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഈ ഫസ്റ്റ് നമ്മൾ ഒരു വിശ്വാസം പറഞ്ഞു, രണ്ടാമത് ഇപ്പോൾ ഒരു വിശ്വാസം പറഞ്ഞു. ഈ രണ്ടാമത്തെ പറയുന്ന ആദ്യത്തെ വിശ്വാസത്തെക്കാൾ സ്ട്രോങ് ആയിരുന്നു അസ്ക്ലപ്പിയോസിനോടുള്ള ഭക്തിയും അസ്ക്ലപ്പിയോസിനോടുള്ള ആരാധനയും. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി പോലും അസ്ക്ലപ്പിയോസിനെ കളഞ്ഞിട്ട് വേറൊരു നാമത്തെ ധരിക്കത്തില്ല, വേറൊരു നാമത്തിൽ പോകത്തില്ല. അത്ര സ്ട്രോങ് ഭരണം നടക്കുന്ന, വിശ്വാസത്തിന്റെ ഭരണം നടക്കുന്നിടത്ത് യേശുക്രിസ്തു ആ സഭയിൽ വന്ന് യോഹന്നാനോട് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആമേൻ. നിന്റെ വീട് ഏതൊക്കെ മന്ത്രവാദികൾ വന്ന്, ഏതൊക്കെ ആഭിചാരകന്മാർ വന്നിട്ടാണ് നിന്റെ വീട്ടിൽ ഒരു രോഗശാന്തി നടന്നത്, നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായത്, നിനക്ക് ജോലി ഉണ്ടായത്, അതിനുവേണ്ടി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ തലമുറ പോറും നിങ്ങൾ പോയി ഇങ്ങനെയുള്ള ഭൂതങ്ങൾക്ക് നേർച്ച നേരണം, നിങ്ങൾ കൊടുക്കണം, ആരാധന കൊടുക്കണമെന്ന് ഏതെങ്കിലും മന്ത്രവാദിയുടെ ആത്മാവിനെ
ആയിരിക്കുന്ന മുതുമുത്തച്ഛന്മാർ നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞു വയ്ക്കുകയോ എഴുതി വയ്ക്കുകയോ ചെയ്തിട്ടുള്ളതുണ്ടെങ്കിൽ യേശുക്രിസ്തു അതിന്റെ മകളിൽ ജയാളിയായ ഒരുവനാണ് എന്നുള്ളത് അറിയണം. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ പെർഗാമസിൽ അടുത്ത രണ്ടാമത്തെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. പെർഗാമസിൽ രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞ അസ്ക്ലെപ്പിയോസിന്റെ എന്ന ദേവനെ അദ്ദേഹത്തിന് ഒരു സ്ഥാന പദവി കൂടെ കൊടുത്തിരുന്നു. ദ സോട്ടർ അക്ലെപ്പിയോസ് എന്നാണ് വിളിച്ചിരുന്നത്. ലോകരക്ഷകനായ രക്ഷിതാവായ അക്ലെപ്പിയോസ് എന്നാണ് വിളിച്ചിരുന്നത്. ലോകരക്ഷകൻ മനസ്സിലായോ? അദ്ദേഹത്തിന് കൊടുത്തിരുന്ന പദവിയാണ് അക്ലെപ്പിയോസ് സോട്ടർ, രക്ഷിതാവായ അക്ലെപ്പിയോസ്. ഈ നാമത്തിലാണ് പെർഗാമോസ് ദേശത്തിൽ ഇദ്ദേഹത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, നിങ്ങളൊന്ന് മനസ്സ് പുറകിലോട്ട് നോക്ക്. ചില വഴിയരികിലിരിക്കുന്ന കൈനോട്ടക്കാരും ചില ജ്യോതിഷന്മാരും ചില ബൈബിളിനെ കളഞ്ഞിട്ട് കൾച്ചറുകളിൽ ജീവിക്കുന്ന ചില കുപ്പായധാരികൾ, അതാരുമാകട്ടെ, ബൈബിൾ കയ്യിലെടുത്ത പലരും, യേശുക്രിസ്തുവിന്റെ നിയമത്തെയും കൃപയെയും കളഞ്ഞിട്ട് പോകുന്ന പലരും, അവർ പലരും പറഞ്ഞിരുന്ന കാര്യമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾക്കൊരു രോഗം മാറാതെ നിൽക്കുന്നെങ്കിൽ, ഈ വിധത്തിലുള്ള ഭൂതങ്ങളാൽ വഴി നടത്തപ്പെടുന്ന വ്യക്തികളാണ് അവരെങ്കിൽ, അവരാദ്യം വന്നിട്ട് നിങ്ങളോട് പറയുന്നത് നിന്റെ വീടിന്റെ കന്നിമൂലയുമായി ബന്ധമുണ്ട്. നിന്റെ രോഗത്തിന്, നീ കിടക്കുന്ന കിടപ്പുമായി നിന്റെ രോഗത്തിന് ബന്ധമുണ്ട്, നിന്റെ റൂമുമായി ബന്ധമുണ്ട് നിന്റെ രോഗം വരാൻ കാരണം എന്ന് ഇങ്ങനെയുള്ളവർ പറയും. എന്നിട്ട് നിങ്ങൾക്കറിയാത്ത വ്യക്തികളെ, അറിയാത്ത ദേവന്മാരെയും അറിയാത്ത ദേവികളോടും അടുക്കൽ പോയി നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയും. നമുക്കെല്ലാം വേണം കുഞ്ഞെ എന്ന് ഇച്ചിരി താടിയും മുടിയൊക്കെ നീണ്ടു വളർന്നിട്ടുള്ള വ്യക്തികളും ആദരണീയരാണെന്ന് പറയപ്പെടുന്നവരും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓർക്കും, ശരിയാ, ഇത്രയും വർഷം പഠിച്ച പഠിപ്പും ഇത്രയും വർഷം പൂജകളൊക്കെ ചെയ്തവരല്ലേ, അപ്പോൾ അവർക്ക് അറിയില്ലാതിരിക്കുമോ എന്ന് വീട്ടിൽ കിടപ്പുള്ള ആരെ കണ്ടാലും രക്ഷിതാവേ എന്ന് വിളിക്കാൻ കൊതിക്കുന്ന ചിലർ നമ്മുടെയൊക്കെ വീട്ടിലുണ്ട്. ആരെ കണ്ടാലും കാലുതൊഴാൻ നടക്കുന്ന ചിലരുണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ. അതുങ്ങൾ നമ്മളോട് പറയും, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അവര് പറഞ്ഞത്, നീ ഒന്ന് പോയി നോക്കുന്നതിൽ എന്താ തെറ്റ് എന്ന് പറയുമ്പോൾ ഓർക്കണം, നിന്റെ വീട്ടിലെ സിംഹാസനം അഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. സിംഹാസനത്തിൽ അടുത്ത വീണ്ടും കല്ല് വെക്കാൻ വേണ്ടി അവൻ ആരെയൊക്കെയോ കൊണ്ടുവരുന്നുണ്ടോ എന്നറിയണം. ഇരുതല വാളുള്ളവൻ നിന്റെ മുൻപിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. യോഹന്നാന്റെ മുമ്പിൽ നിന്നതുപോലെ എപ്പോഴും നിന്റെ മുൻപിൽ ഉണ്ടായിരിക്കണം ഇരുതല വാളുള്ളവൻ. അത് മറ്റാരും കണ്ടില്ലെങ്കിലും നീ കാണണം. ഈ സൂമേടിയിലിരിക്കുന്ന നീ കാണണം അത്. സ്തോത്രം, ഹല്ലേലൂയ. ഏതെങ്കിലും വ്യക്തികൾ വന്ന് നമ്മളോട് അതല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എതിർക്കാൻ നിന്റെ വായി തുറക്കാനുള്ള ബലവും ആ ദൈവമായ യഹോവ തരട്ടെ. ഇവിടെ പറയേണ്ടത് നിങ്ങൾ മനസ്സിലാക്ക്. നമ്മൾ പലരും പറയാറുണ്ട്, എന്റെയൊക്കെ വീട്ടിൽ ഞാനൊക്കെ കേട്ടിട്ടുണ്ട്, ഇന്ന കർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് നമുക്ക് ആ രോഗം ഒഴിഞ്ഞുപോയി, ഇന്ന കർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് ആ ശാപം ഒഴിഞ്ഞുപോയി. ഒഴിഞ്ഞിട്ടില്ല, അത് കൂടിയിട്ടേ ഉള്ളൂ. അത് ഒഴിഞ്ഞൊന്നും പോകുന്നില്ല. പിശാച് ഒഴിഞ്ഞു പോകുന്നവനല്ല. സാത്താന്റെ രീതികൾ, ആരാധന രീതികൾ ഒഴിഞ്ഞു പോകുന്നതല്ല. ജസ്റ്റ് ഒരവസരം കൊടുത്തു കഴിഞ്ഞാൽ അവൻ തന്നെക്കാൾ ദുഷ്ടരായതിനെ കൊണ്ടുവന്ന് വാസം ഉറപ്പിക്കുന്നതാണ് അവന്റെ സ്വഭാവം. അതുകൊണ്ട് ആര് പറഞ്ഞു എന്ന് കേട്ടതിലല്ല, നിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ദൈവത്തെ നീ കാണാതെ, ദൈവത്തിന്റെ വചനം കേൾക്കാതെ മനുഷ്യന്റെ വാക്ക് കേട്ട് പൊക്കഴിഞ്ഞാൽ, പ്രിയ കുടുംബമേ, സിംഹാസനം പണിതുകൊണ്ടേയിരിക്കും സാത്താന്റേത്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ദൈവമേ എന്റെ വീട്ടിൽ, മതി, നിന്റെ കൂടെയുള്ളത് ജയാളിയായ ക്രിസ്തുവാ. ഈ അസ്ക്ലെപ്പിയോസിനെ വിളിച്ചത് ലോകരക്ഷകൻ, യേശുവിന്റെ ശരീരത്തിലും രക്തത്തിനും പങ്കാളിയായ, യേശുവിന്റെ മജ്ജയും മാംസവുമായി മാറിയ യേശു ക്രിസ്തു, ഇതാണ് എൻ്റെ അമ്മ, ഇതാണ് എൻ്റെ മകൻ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തി യേശുവിനെ കളഞ്ഞിട്ട് അസ്ക്ലെപ്പിയോസിന്റെ അടുത്ത് പോയി നീയാണ് ലോകരക്ഷകൻ എന്ന് പറയുമോ? ഈ അസ്ക്ലെപ്പിയോസിനെ ലോകരക്ഷകനായി അകത്തു വച്ചിട്ട് അസ്ക്ലെപ്പിയോസിന്റെ ആത്മാവിൽ നിറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ട് അത് സത്യമാണെന്ന് പറയുന്നവൻ വിശ്വസ്ത സാക്ഷിയുടെ കൂട്ടത്തിൽ ദൈവം നിർത്തത്തില്ല. വിശ്വസ്ത സാക്ഷിയുടെ കൂട്ടത്തിൽ ദൈവം നിർത്തണമെങ്കിൽ അതിന് വേറെ കാറ്റഗറി ഉണ്ട്. അതുകൊണ്ടാണ് വിശ്വസ്ത സാക്ഷിയുടെ കൂട്ടത്തിലേക്ക് നിന്നെ കൊണ്ടുവരാനാണ് പെർഗാമോസ് സഭയുടെ ദൂതന്റെ ദൂത് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗമായ ഒരു വ്യക്തി പോലും അസ്ക്ലെപ്പിയോസിനെ രക്ഷിതാവേ എന്ന് വിളിച്ചില്ല, രക്ഷിതാവേ എന്ന് വിളിക്കാൻ അവന്റെ നാവ് ഉയർന്നില്ല എന്ന് ചില വിശുദ്ധ ചരിത്രകാരന്മാർ പഠിപ്പിച്ചിരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്ത്യാനിക്കറിയാം, വിശ്വാസിയായവൻ അറിയാം, ഏത് മരണത്തിന്റെയും ഏത് രോഗത്തിന്റെയും
തൊടാൻ പറ്റാതെ വണ്ണം അഴുകി തീർന്നതിനെ പോലും ഒറ്റ വാക്കുകൊണ്ട് പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള എന്റെ യേശുവിന്റെ മകളിൽ മറ്റു ഒരു അസ്ക്ലപ്യൂസിന്റെ ശക്തിയും ബലപ്പെടില്ല എന്നുള്ളത് അത് ആത്മാവിൽ ജീവിച്ചവനെ അറിയാൻ പറ്റുന്നുള്ളൂ. സംസ്കാരത്തിൽ ജീവിച്ചവനെ അറിയാൻ പറ്റില്ല. സംസ്കാരത്തിൽ ജീവിച്ചവന് നമ്മുടെ വീട്ടിലിരിക്കുന്ന മുതുമുത്തച്ഛന്മാർ പറയുന്നത് പോലെ പറയത്തുള്ളൂ, എല്ലാം വേണമടാ, എല്ലാം വേണമടാ എന്നേ പറയത്തുള്ളൂ. അതിനെ ദൈവം ഇവിടെ സിംഹാസനത്തിന്റെ അടിമയാക്കിയാ വെച്ചിട്ടുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. മറ്റൊരു കാര്യം കൂടെ ഉണ്ട് എന്ന് അടുത്ത ഒരു കൂട്ടർ വാദിക്കുന്നു. ആ മൂന്നാമത്തെ കൂട്ടമാണ് ആ റോമൻ ഗവൺമെന്റിലുള്ള ചക്രവർത്തിയുടെ ആരാധന, ചക്രവർത്തി പൂജ. ഈ ചക്രവർത്തി പൂജ സീസറിനെയൊക്കെ ദേവനും ദേവിക്കും പകരമായി അവർ ആരാധിച്ചിരുന്നു. അപ്പോൾ ഗ്രീക്കിൽ നിന്ന് വന്ന വിശ്വാസമുണ്ട്, അതുപോലെ തന്നെ റോമിലുള്ള മറ്റൊരു വിശ്വാസം, ഇപ്പോൾ ഇതാ ചക്രവർത്തിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആരാധന വിശ്വാസം. ഈ വിധത്തിൽ 3 സ്ട്രോങ് വിശ്വാസങ്ങൾ അതിനകത്ത് വന്നു. എന്താണ് ഈ ചക്രവർത്തി ആരാധന എന്ന് പറഞ്ഞാൽ? സീസറിനെ ശക്തമായി ദേവനായി ആരാധിക്കണം. അത് നിർബന്ധമായി. എങ്ങനെ നിർബന്ധമാക്കിയത്? നീ ക്രിസ്ത്യാനിയാണെങ്കിലും ശരി, നീ യൂതനാണെങ്കിലും ശരി, നീ പാഴ്സിയോ, നീ ഏതാണെങ്കിലും, അന്നത്തെ കാലഘട്ടത്തിലുള്ള ഏതൊരു മതവിശ്വാസിയാണെങ്കിലും നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കൈസർ കർത്താവാകുന്നു എന്ന് പറഞ്ഞിട്ട് കൈസറിന്റെ പ്രതിമയ്ക്ക് മുൻപിൽ ധൂപാർപ്പണം നീ നടത്തിയിരിക്കണം. അത് പരസ്യ ആരാധനയാണ്. മനസ്സിലാവുന്നുണ്ടോ? കൈസർ കർത്താവാകുന്നു, കർത്താവാകുന്ന ആണ് ഫുൾ ലോർഡ് ഈസ് കൈസർ, കൈസർ കർത്താവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ പ്രതിമയ്ക്ക് മുൻപിൽ നീ ധൂപാർപ്പണം നടത്തണം പരസ്യമായിട്ട്. അതിനുശേഷം നിനക്ക് നിന്റെ ഗോത്ര ദൈവത്തെ നിനക്ക് ആരാധിക്കാം. അതിൽ ഈ തടസ്സമില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ക്രിസ്ത്യാനിയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു മതസ്ഥാനാണെങ്കിൽ കൈസറിനെ കർത്താവായിട്ട് പരസ്യമായി ധൂപാർപ്പണം നടത്തിയതിനു ശേഷം നിനക്ക് പോയി യേശുവിനെ ആരാധിച്ചോ, തടസ്സമൊന്നുമില്ല. ഇന്നത്തെ അളിഞ്ഞ ക്രിസ്തീയ ജീവിതം, ഇന്നത്തെ അളിഞ്ഞ ക്രിസ്ത്യാനി ചെയ്യുന്നത് അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ അളിഞ്ഞ ക്രിസ്ത്യാനി ചെയ്യുന്നത്, അതിനെ ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റില്ല, ക്രിസ്തീയ ആണികൾ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. എന്താണ്? ആണ്ടിൽ ഒരിക്കലല്ലേ ഞങ്ങൾ ഇതിനെ കയറ്റുന്നുള്ളൂ, ആണ്ടിൽ ഒരിക്കലല്ലേ ഞങ്ങൾ അതിനെ ഓർക്കുന്നുള്ളൂ, ആണ്ടിൽ ഒരിക്കലല്ലേ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തുമ്പലെ വെട്ടി ഇങ്ങനെ കഴിക്കുന്നുള്ളൂ. ഇവിടെ ആണ്ടിൽ ഒരിക്കൽ ചെയ്താൽ മതി. കൈസർ കർത്താവാകുന്നു പരസ്യ ആരാധന നടത്തിയിട്ട് നീ പോയി നിന്റെ ദൈവത്തെ ആരാധിച്ചോ, ഒരു നിയമ തടസ്സവും ഇല്ല. പക്ഷേ അന്നേരം മാറി നിന്ന ഒരു കൂട്ടരുണ്ട്, അതാണ് യേശുവിന്റെ സഭ. ആമേൻ. യേശുവിന്റെ സഭ എന്ന് പറഞ്ഞ എന്താണ് യേശുവിന്റെ സഭ? യേശുവിന്റെ കാൽവരി, യേശുവിന്റെ അടി പീഡനം, യേശുവിന്റെ മരണം, യേശുവിന്റെ ഉത്ഥാനം, യേശുവിന്റെ 2ാം വരവ്, ഇതിൽ ഒട്ടി നിൽക്കുന്നവനാണ് സഭ എന്ന് പറയുന്നത്. അവനിൽ ഇതെല്ലാം ഉണ്ടാകും. അവനിൽ ഇതിന്റെ ഓർമ്മ പോയിട്ട് മറ്റൊരു ഓർമ്മയും അവനിൽ കാണില്ല. യേശുവിന്റെ സഭ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശരീരത്തിലെ മെമ്പർ. അവന് യേശുവിന്റെ ശരീരമല്ലാത്ത മറ്റ് ആണ്ടിലൊരിക്കൽ കൈസറിന് കർത്താവാകുന്നു എന്ന് പറയും. കൈസറിന് വേണ്ടി ഇരിപ്പിടമുണ്ടാക്കാനും കൈസറിന് വേണ്ടി തിരികെത്തിക്കാനും ഒരു സഭയുടെ മെമ്പറായി അവന്റെ കൈയോ അവന്റെ കാലോ അവന്റെ ഹൃദയമോ അവന്റെ തലമുടി പോലും അതിന് പോകത്തില്ല. അത് മുഴുവൻ ക്രിസ്തുവിന് സമർപ്പിക്കപ്പെട്ടതാണ്. അതാണ് സഭ. ആ സഭയിലേക്കാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൂട്ടിച്ചു ചേർക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിന്റെ വീട്ടിൽ എല്ലാവരും ഈ സഭയിലാകുമോ? എല്ലാവരും ഈ സഭയിൽ അംഗമാകുമോ? ആകത്തില്ല. അത് കൃപയാൽ ദൈവം നമ്മളെ കണ്ടതുകൊണ്ട് നമുക്ക് ഈ സഭയിലാകാൻ പറ്റി. ആമേൻ. ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? സ്തോത്രം. ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തതാ ഞാൻ, ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തതാ നീ. കൈസറിന് ആരാധന കൊടുക്കാൻ ഫ്രണ്ടിൽ നിന്നതാ നീ, കൈസറിന് ധൂപാർപ്പണം നടത്താൻ ഫ്രണ്ടിൽ നിന്നതാ ഞാൻ. എന്നിട്ട് എന്നെ മാറ്റിയിട്ട് ഇന്ന് ക്രിസ്തുവിനെ മാത്രം കർത്താവായി ഹൃദയത്തിൽ പൂജിക്കാൻ ഇട നൽകിയെങ്കിൽ അതാ ദേവന്റെ സഭയോട് എന്നെ ഒട്ടിച്ചു നിർത്തിയത് കൊണ്ടല്ലേ, ആ സഭയിൽ എന്നെ അംഗമാക്കിയത് കൊണ്ടല്ലേ. അവന്റെ കുരിശുമരണം എന്റെ ഓർമ്മയിൽ ഉണ്ടാകണം, അവന്റെ പീഡാസഹനം എന്റെ ഓർമ്മയിൽ ഉണ്ടാകണം, അവനേറ്റ ഓരോ അടിയും എന്റെ ഓർമ്മയിൽ ഉണ്ടാകണം, അവന്റെ ഓരോ വാക്കും എന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം, അവന്റെ കണ്ണുകൾ നിന്നെ കാണുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടാകണം, അവന്റെ കാതുകൾ നിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. അങ്ങനെയെങ്കിൽ നീ ഒറ്റയ്ക്ക് നിന്റെ റൂമിനകത്തിരുന്നിട്ട് എന്റെ ദൈവമേ എന്റെ വീട്ടിലുള്ള സിംഹാസനത്തെ നീ പണിയണമേ, നിന്റെ സിംഹാസനത്തെ പണിയണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഇറങ്ങി വരാതിരിക്കുന്ന ഒരു സഭ നേതാവല്ല നമ്മുടെ ദൈവം. ഇറങ്ങി വന്നിരിക്കും പൈതലേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ 2-3 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു വന്നതിൽ ഏതിന്റെ ഫ്രണ്ടിലും പിടിച്ചു നിൽക്കാൻ യേശുവിന്റെ അസ്ഥിയുടെ ഭാഗമായ, യേശുവിന്റെ മാംസത്തിന് ഭാഗമായ ആൾക്കാർക്ക് എങ്ങനെ സാധിച്ചു? അവർ മറ്റെന്തോ ഒരു കാര്യം കണ്ടിട്ടല്ലേ അവർക്ക് സാധിച്ചത്. അവർ മനുഷ്യരെ അല്ലല്ലോ കാണുന്നത്, അവർ കുഞ്ഞുങ്ങളെ കാണുന്നില്ല. ഗർഭിണികളായവർ അവരുടെ ഉദരത്തിലെ കുഞ്ഞുങ്ങളെ കാണുന്നില്ല, അവർ ക്രിസ്തുവിനെ കാണുന്നു. അവർ ഉദരം പിളർന്നവരെ കൊല്ലുമ്പോഴും കുഞ്ഞുങ്ങളെ കാണുന്നില്ല.
അവർ കുടുംബജീവിതത്തെ കാണുന്നില്ല. അവർ കാണുന്നത് ക്രിസ്തു. എനിക്ക് തന്ന കുടുംബജീവിതത്തിൽ ക്രിസ്തുവാ. എന്റെ ഭർത്താവിൽ നിന്ന് ഞാൻ നഷ്ടമാകുമല്ലോ, എന്നെ രക്തസാക്ഷിയാക്കും, കൊല്ലുമല്ലോ, ഒന്നും കാണുന്നില്ല. ഒറ്റ കാര്യമാണ് കാണുന്നത്, യേശുവിനെ മാത്രമാണ് കാണുന്നത്. നീ ഇരിക്കുന്ന സ്ഥലത്ത് നിനക്ക് ആരെയാ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത്? നീ ഇരിക്കുന്ന ദേശത്ത് നിനക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത് ആരെയാ? നിന്നെ ചതിക്കത്തില്ലെന്ന് ഏറ്റവും കൂടുതൽ ഉറപ്പോടെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഈ ക്രൂശിതനായ എന്റെ കർത്താവിനെ അല്ലാതെ മറ്റാരെ നമുക്ക് കാണാൻ പറ്റും ഈ കാലഘട്ടത്തിൽ? ആമേൻ. അതുകൊണ്ട് ഇതിനകത്ത് ചിലരെ ദൈവം മാറ്റും ദൈവത്തിന് വേണ്ടിയിട്ട്. അതിനകത്ത് നീ മാറട്ടെ, നീ മാറട്ടെ. യോഹന്നാന്റെ മുമ്പിലുണ്ടായ വെളിപാട് പോലെ നിന്റെ മുൻപിൽ ഒരു വെളിപാടിനായി എന്റെ ദൈവം ഇന്ന് രാത്രികാലം ഇറങ്ങി വരട്ടെ. യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ദർശനം കണ്ടതുപോലെ നിന്റെ ജീവിതത്തിലേക്ക് നീ തിരിഞ്ഞു നോക്കുമ്പോൾ ചില ദർശനങ്ങളാൽ ഇനി മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവം നിന്റെ മുമ്പിൽ ഇറങ്ങി വരട്ടെ. മുന്നോട്ട് പോകുന്നത് ചില ദർശനങ്ങളാണ്. ദർശനങ്ങളാലാ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സഭയെ, ദൈവത്തിന്റെ ദർശനം നിന്നിലുണ്ടെങ്കിൽ എത്ര കൊടിയ മതമർദ്ദനമാണെങ്കിലും ശരി, എത്ര കൊടിയ പീഡനമാണെങ്കിലും ശരി, ഏത് സിംഹാസനമാണെങ്കിലും ശരി, ദർശനം നിന്റെ അകത്തുണ്ടെങ്കിൽ നീ യാത്ര മുന്നോട്ട് തന്നെയായിരിക്കും നീ പോവുക. നീ പുറകിലോട്ട് പോകത്തില്ല. അതുകൊണ്ടാണ് ഉദരത്തിൽ കിടന്ന കുഞ്ഞുങ്ങളെ പോലും ചില അമ്മമാർ കാണാതെ ശക്തമായി പീഡനങ്ങളിലേക്ക് പോയത്. ഉദരത്തിൽ വീട്ടിൽ കിടന്ന കുഞ്ഞുങ്ങളെ മാനിക്കുക പോലും ചെയ്യാതെ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിയത് അതുകൊണ്ടാ. എന്തുകൊണ്ടാ? അവരുടെ അകത്ത് പണിതത് കൾച്ചറുകളുടെ സിംഹാസനമല്ല, പകരം ക്രിസ്തുവിന്റെ സിംഹാസനമായിരുന്നു. ആ സിംഹാസനം നിന്റെ അകത്ത് ഇന്ന് പണിതാൽ നീയും മുന്നോട്ട് തന്നെ പോകും. നീയും വിശ്വസ്ത സാക്ഷിയായി മാറിയിരിക്കും. ആമേൻ. പറയുന്നത് മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തിന് ഒരു നന്ദി കൊടുക്കാമോ? ആമേൻ. പരിശുദ്ധ. നമുക്ക് ഈ സമയത്ത് ഒരു 4 വരി പാട്ട് പാടാം. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എന്റെ ഭാവിയെല്ലാം അവന്റെ കരങ്ങളില്ല, അവന്റെ കരങ്ങളില്ല. ഭയത്തോടുകൂടി ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുവാൻ തക്ക രീതിയിൽ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ കർത്താവേ. മരണഭയം മാറട്ടെ കർത്താവേ. യേശുവെ, ശത്രുക്കൾ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ അതിനെ ജയിക്കുവാനുള്ള ശക്തി എന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവെ, വിടുതൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണഭയമെല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിലും ഉന്നതനാം. എല്ലാവരും ചേർന്ന് പാടാമോ? മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിലും മീതെയുന്നതൻ. ഓ യാഹേ, തലമുറ തലമുറ, തലമുറ തലമുറയാ. ഓ യാഹേ, സംഗീതം തലമുറ തലമുറയാ. തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ.